ഈ വിഷയമൊക്കെ വരുന്ന സമയത്ത് CPIM-നെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത വക്താക്കളിൽ ഒരാളാണല്ലോ. നിങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ, നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പറയിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തും വിധം ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മാധ്യമ വിവാദ പരിസരം ഉണ്ടായിരുന്നു, ഒരു കാലമുണ്ടായിരുന്നു. അതിനെ ആ വിധം ഏറ്റെടുത്ത പ്രതിപക്ഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തു വന്നാലും മുഖ്യമന്ത്രിയെയും PCCയെയും പറയുമെന്ന നിലയിൽ ഇതിലും വർത്തമാനം പറഞ്ഞു നിന്ന PV അൻവർ MLA ഉണ്ടായിരുന്നു. അൻവർ ഇപ്പോൾ മറ്റൊരു കേസിൽ നിയമപരമായി പോലീസ് നീങ്ങി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തവനൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ്. ഇതെല്ലാം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമായി ഇതിനെ കൊണ്ടാടിയൊരു കാലം നിങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നതും നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാതിരുന്നതും ഈ കോടതി വിധിയിലൂടെ അവരുടെ അടക്കം കണ്ണു തുറപ്പിക്കുന്നതാണോ? എന്തു പറയും അത്തരമൊരു രാഷ്ട്രീയ കാലത്തെ ഓർത്തെടുത്താൽ അരുൺകുമാർ? അത്തരത്തിലുള്ള സാഹചര്യത്തെ ഒഴിവാക്കേണ്ടതാണ് എന്നത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ കേസ് ഉണ്ടായതിനു ശേഷം ഇവിടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് സമാനതകളില്ലാത്ത ആക്രമണമാണ് നടന്നത്. ഇപ്പോ ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായി, അതിന്റെ കാരണം കണ്ടെത്തണം. ആരെങ്കിലും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെങ്കിൽ അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ സർക്കാരിനെയും പ്രതി ചേർക്കുന്ന തരത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണം ഒരു മാനദണ്ഡവുമില്ലാതെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും വളച്ചൊടിച്ച് നടത്തിയതാണ് നാം കണ്ടത്. പ്രതിയെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയി. അതിന്റെ ഓരോ ഘട്ടവും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പൊ അതിനുശേഷമല്ലേ വയനാട്ടിൽ DCCയുടെ ട്രഷററും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ടായി. അതും ഒരു ആത്മഹത്യയാണല്ലോ. ആ ആത്മഹത്യക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ടല്ലോ. ആ കാരണങ്ങൾ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു MLA അടക്കം പ്രതിപട്ടിയിലുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അതൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് ഏതൊക്കെ ചർച്ച ചെയ്യണം, ഏതൊക്കെ ചർച്ച ചെയ്യണ്ട, ഏതൊക്കെ പൊലിപ്പിക്കണം, ഏതൊക്കെ പർവ്വതീകരിക്കണം, അത് ആഴ്ചകൾ മാസങ്ങളോളം ലൈവായി നിൽക്കണം, ബ്രേക്കിംഗ് ന്യൂസുകളാക്കി മാറ്റണം, ചാനൽ ചർച്ചകളിൽ പൊലിപ്പിക്കണം എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ അജണ്ടയോടെ സമാനതകളില്ലാത്ത ആക്രമണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ നടക്കുകയാണ്. ആ ആക്രമണത്തിന് വേണ്ടിയിട്ട് ഈ അവസരത്തെ നന്നായി പ്രയോജനപ്പെടുത്തി. ഏതായാലും ഇന്ന് കോടതി വിധിയുടെ ഭാഗമായി ഏറ്റവും കൃത്യമായിട്ടുള്ള സത്യസന്ധമായ നിയമപരമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് ആ അന്വേഷണ ഏജൻസിക്ക് തന്നെ തുടരാം. മറ്റൊരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതില്ല. അതൊരു കൊലപാതകമല്ല, ഇത് ഒരു ആത്മഹത്യ തന്നെയാണ്. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നിയമപരമായിട്ട് കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടട്ടെ. അത്തരത്തിലൊരു വിധി വന്നത് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്തുന്നവർക്കുള്ള നല്ലൊരു അടിയാണ്. അത് പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങളുടെയും വായടുപ്പിക്കുന്ന തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. ആ ജഡ്ജ്മെന്റിലെ ഓരോ ഖണ്ഡികകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഗവൺമെന്റിന് വളരെ ആശ്വാസകരമായിട്ടൊരു വിധിയാണിത്.